2020 ചോദിച്ചിട്ടുള്ള 9th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് R is a ring with a unity 1, then show that the map 5 from Z to R. R എന്ന റിങ്ങിലേക്ക് മാപ്പ് ചെയ്യുന്ന phi എന്ന ഫംഗ്ഷൻ given by phi of n equal to n into 1 for n belongs to Z. n എവിടെയുള്ളതാണ്? Z-ലുള്ളതാണ്. is a homomorphism of Z into R. അതൊരു ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണ്ടേ? അപ്പോൾ ഹോമോമോർഫിസം ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ട് എലമെൻറ്റ് Z എന്ന് രണ്ട് എലമെൻറ്റ് എടുത്തു, എന്നും എമ്മും. ആ എന്നും എം രണ്ട് എലമെൻ്റ് എടുത്ത് phi of n plus m phi of n plus phi of m എന്നും phi of n m എന്നുള്ളത് phi of n into phi of m എന്ന് കാണിച്ചാൽ മതി അല്ലേ? ഹോമോമോർഫിസം ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? അഡിറ്റീവായിട്ട് ഹോമോമോർഫിസം ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഹോമോമോർഫിസം ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എന്നും എം എന്ന് പറഞ്ഞാൽ രണ്ട് എലമെൻ്റ് എടുത്തു, Z-ൽ നിന്ന് രണ്ട് എലമെൻ്റ് എടുത്തു. നമുക്കറിയാം phi of n എന്താണ്? phi of n എന്ന് പറഞ്ഞാൽ n into 1 ആണ്, n into 1 ആണ്. ഓക്കെ, n into 1 ആണ്. അപ്പോൾ phi of n plus m എന്താവും? n plus m into 1 ആവും. n plus m into 1 എന്ന് പറഞ്ഞാൽ n plus m. n plus m എന്ന് പറഞ്ഞാൽ എന്താ? 1-നെ n ടൈംസ് ആഡ് ചെയ്ത് പ്ലസ് 1-നെ m ടൈംസ് ആഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ 1-നെ n ടൈംസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? n into 1. n-നെ m ടൈംസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ? m into 1. അപ്പോൾ n into 1 പ്ലസ് m into 1. അതെന്താ? n into 1 എന്ന് പറഞ്ഞാൽ എന്താ? phi of n ആണ്. m into 1 പറഞ്ഞാൽ എന്താ? phi of m ആണ്. അപ്പോൾ phi of n പ്ലസ് phi of m എന്ന് വരും അല്ലേ? അപ്പോൾ phi of n plus m equal to phi of n plus phi of m എന്ന് വരും. അപ്പോൾ phi എന്താണ്? ഒരു അഡിറ്റീവ് ഹോമോമോർഫിസം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ഉണ്ടോ ചെയ്യാൻ എന്താ ചെയ്യുക? phi of n m കാണാം. phi of n m എന്താ? n m into 1 അല്ലേ? phi of n എന്ന് പറഞ്ഞാൽ n into 1 ആണ്. അപ്പോൾ phi of m n എന്ന് പറഞ്ഞാൽ n m into 1. n m into 1 എന്ന് പറഞ്ഞാൽ n m. n m എന്ന് പറഞ്ഞാൽ എന്താ? n m ടൈംസ് 1-നെ ആഡ് ചെയ്യുക. n m ടൈംസ് 1-നെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? n ടൈംസ് 1-നെ m ടൈംസ് ആഡ് ചെയ്യുക അല്ലേ? ഇപ്പോൾ 2 into 3 എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യുക? അത് നമ്മൾ 2-നെ 3 വട്ടം ആഡ് ചെയ്യുക അല്ലേ? അതാണല്ലോ 2 into 3. ഇത് എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അതേപോലെ n m ടൈംസ് എന്ന് പറഞ്ഞാൽ n-നെ 1-നെ n ടൈംസ് ആഡ് ചെയ്യുക, അങ്ങനത്തെ m ടൈംസ് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ മൊത്തം ഇവിടെ എത്ര എന്നുകൾ ഉണ്ടാവും? m ടൈംസ് എന്നുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ 1-നെ n ടൈംസ് ആഡ് ചെയ്യുന്ന എനിക്ക് n into 1 ചെയ്താലോ? ഓക്കെ, n into 1. അങ്ങനെ n into 1 എത്ര ടൈംസ് ഉണ്ട്? m ടൈംസ് ഉണ്ട്. ഇതിന് n into 1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1-കൾ മാത്രമേ ഉണ്ടാവും അല്ലേ? അത് എത്ര ടൈംസ് ഉണ്ടാവും? m ടൈംസ് ഉണ്ടാവും. 1-കൾ m ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 1-കൾ m ടൈംസ് ആഡ് ചെയ്ത് എന്താ വരിക? m into 1 വരും. അതോ m എന്ന് വരും അല്ലേ? m എന്ന് പറഞ്ഞാൽ m into 1. അപ്പോൾ n into 1-ഉം m into 1 എന്ന് കിട്ടി. n into 1 എന്ന് പറഞ്ഞാൽ phi of n, m into 1 എന്ന് പറഞ്ഞാൽ phi of m. സിമ്പിളാണല്ലേ? അപ്പോൾ phi of n m equal to phi of n into phi of m എന്ന് കിട്ടി. അപ്പോൾ എന്താ? ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ഉണ്ട്. സോ ദ മാപ്പ് 5 from Z to R given by phi of n equal to n into 1 for n belongs to Z is the homomorphism of Z into R. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് phi of n equal to n into 1 എന്നുള്ള ഫംഗ്ഷനെ ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് കാണിക്കേണ്ടത് Z into Rൽ. അത് നമ്മൾ രണ്ട് എലമെൻ്റ് എടുത്തു, എന്നും എമ്മും. അത് അഡീഷനിലും ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ഉണ്ടെന്ന് കാണിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം അഡീഷനിലെടുത്തു, അഡീഷനിൽ phi of n plus m എടുത്തു. n plus m എന്ന് പറഞ്ഞാൽ എന്താണ്? n plus m into 1. അഥവാ n plus m എന്ന് പറഞ്ഞാൽ n-നെ 1 ടൈം ആഡ് ചെയ്യുന്നു, m-നെ 1 ടൈം ആഡ് ചെയ്യുന്നു, അവ തമ്മിൽ ആഡ് ചെയ്യുന്നു. n-നെ 1 ടൈം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ n into 1 ആണ്. m-നെ 1 ടൈം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1-നെ m ടൈം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ m into 1. അപ്പോൾ n into 1 പ്ലസ് m into 1 എന്ന് പറഞ്ഞാൽ phi of n പ്ലസ് phi of m. അപ്പോൾ അഡിറ്റീവ് ഹോമോമോർഫിസം ആണ്. ഇനി അതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ കാണിക്കാൻ വേണ്ടി phi of n m equal to n m into 1. n m-നെ നമുക്ക് എങ്ങനെ എഴുതാം? 1-കളെ n m ടൈംസ് ആഡ് ചെയ്യാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1-നെ n ടൈംസ് ആഡ് ചെയ്യുന്നത് m ടൈംസ് ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ n into 1-നെ m ടൈംസ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് n into 1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1-കളെ m ടൈംസ് ആഡ് ചെയ്യുക. അപ്പോൾ n into 1 into m into 1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ phi of n into phi of n.